പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. അച്ചുവിനെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ രുക്കു. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് അച്ചുവിനെ ഞെട്ടിച്ചു കളയുന്നുവെങ്കിലും അച്ചുവിന് ഈ കാര്യം ഇഷ്ടമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇനി വിവാഹ കാര്യം ചേച്ചിയോട് പറഞ്ഞ് ശരിയാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട, എനിക്ക് ജോലിയൊന്ന് കിട്ടിക്കോട്ടെ, അതിനുശേഷം കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായി ഈ അച്ചു നടത്തുന്നത് കാണിച്ചു തരാം. മനസ്സിലായോ? ഇതോടെ രുക്കുവിന് സന്തോഷമായിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് അർച്ചന അപ്രതീക്ഷിതമായി അവിടേക്ക് കയറി വരുന്നത്. ഇതോടെ ഓടിയൊളിക്കാൻ രുക്കു ശ്രമിക്കുന്നുവെങ്കിലും അർച്ചനയുടെ മുന്നിൽ വന്ന് പെടുകയാണ്. അച്ചു, എന്താ ഇത്? കാര്യങ്ങൾ പറ. ഇവൾ അങ്ങനെ ഈ വീട്ടിൽ വന്നു, അതും ഈ സമയത്ത്? എന്താ നിങ്ങൾ തമ്മിൽ? ഇതോടെ അച്ചു എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ രുക്കു മുന്നിലേക്ക് കയറി വരികയാണ്. അർച്ചന ചേച്ചി, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഈ കാര്യം മറച്ചു വെക്കണമെന്നൊന്നും എനിക്കില്ല. ചേച്ചി കാര്യങ്ങൾ അറിയുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത്. ഞാൻ അച്ചുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലായോ? ഇത് കേൾക്കുന്ന അർച്ചന, വീട്ടിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ മോളെ? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ചേച്ചി. ഞാൻ അച്ചുവിനെ പ്രണയിക്കുന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും നേരിടാം എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത്. ചേച്ചി ഞങ്ങളെ എതിർക്കില്ല എന്ന് കരുതുകയാണ്. ഞാൻ എന്തായാലും എൻ്റെ തീരുമാനം പറയാം. തൽക്കാലത്തേക്ക് നീ ഇനി ഇവിടെ നിൽക്കണ്ട. ഈ സമയത്ത് തിരികെ നീ ഒറ്റയ്ക്ക് പോവുകയും വേണ്ട. അച്ചു, ഇവളെ കൊണ്ടുചെന്ന് വീട്ടിലാക്ക്. ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് തീരുമാനിക്കാം. ഇതോടെ അർച്ചന ചേച്ചിയുടെ ഉറപ്പ് കിട്ടിയ രുക്കു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.